ഉമേഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകണം. നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അവസാന ഘട്ടം വരെ ഉന്നയിക്കുന്ന ആൾ അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അവർക്ക് നിൽക്കണമെങ്കിൽ പൊതുസമൂഹം അടക്കം അവർക്ക് പിന്തുണ നൽകണം, മാധ്യമങ്ങളടക്കം നൽകണം. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും സിനിമയാണ്, എരിവും പുളിയും ഒക്കെ ഉണ്ടാകാം എന്ന കാത്തിരിപ്പിലായിരുന്നു പലരും. ആ രീതിയിലാണ് ചർച്ചകളടക്കം മുന്നോട്ട് പോയത്. ഇപ്പോഴും അതിന്റെ മെറിറ്റിലേക്ക് യഥാർത്ഥ രീതിയിൽ ചർച്ചകൾ കടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഏതായാലും സിദ്ദിഖ് രാജിവെച്ചു എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ആ നല്ല കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ നിയമ നടപടികളിലേക്ക് തുടർന്ന് പോവുകയും ചെയ്യും. ഉമേഷ്, അതെ മനു, ഇപ്പോൾ മനു പറഞ്ഞതാണ് പ്രധാനം. നേരത്തെ ഈ പറഞ്ഞതുപോലെ എരിവും പുളിവും അല്ലെങ്കിൽ പല കഥകൾ എന്ന തരത്തിലൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹം കാണുന്നത്. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് പലരും അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നത്. അത് കമ്മിറ്റിക്ക് മുമ്പാകെ പലരും പറയുന്നു. അതിലുപരി പലരും അവർക്കുണ്ടായ അനുഭവങ്ങൾ അത് ആരിൽ നിന്നായാലും അത് തുറന്നു പറയാനുള്ള ഒരു മനോധൈര്യം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഈ യുവനടി ഇത്തരത്തിൽ അമ്മ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിൽ നിന്നുണ്ടായ ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയത്. ആരോപണം ഗുരുതരമാണ് എന്ന് നമ്മൾ പറയുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഇപ്പോൾ രാജിവെക്കുന്ന സമീപനം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇനി തുടർ നടപടികൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇത് അദ്ദേഹം ഈ അന്വേഷണത്തോടെ സഹകരിക്കുമോ, എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്ന തുടർ നടപടികൾ, ഈ പരാതി ആരാണ് പോലീസിനെ ഇത് ഒരു കൃത്യമായൊരു പരാതിയായി പോലീസിൽ നൽകുക, അത് ഈ നടി തന്നെ അത്തരത്തിലൊരു പരാതി നൽകാൻ മുൻപോട്ട് വരുമോ, പോലീസിന് കൃത്യമായ മൊഴികളും തെളിവുകളുമൊക്കെ കൈമാറുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇത് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചാൽ വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ സിദ്ദിഖിന് കടന്നു പോകേണ്ടി വരും. പൊതുസമൂഹത്തോട് ഇനി തെറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പൊതുസമൂഹത്തോട് അത് തെളിയിക്കാനുള്ള ബാധ്യത സിദ്ദിഖിന് ഉണ്ടാകുന്നു. നിലവിൽ അദ്ദേഹം ആദ്യപടി എന്നുള്ളതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നുണ്ട്. അതിനെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലരും സ്വാഗതം ചെയ്യുന്നുമുണ്ട്. കാരണം ഈ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായാണ് രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാജിക്കത്ത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് വളരെ ഹ്രസ്വമായ ഒരു രാജിക്കത്താണ് അദ്ദേഹം മോഹൻലാലിന് ഇമെയിലായി അയച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. താൻ സ്വമേധയാ രാജിവെക്കുന്നു എന്നിങ്ങനെ ഒന്നോ രണ്ടോ വരികളിൽ മാത്രം ആ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഈ ആരോപണത്തെ സംബന്ധിച്ചൊന്നും അദ്ദേഹം ഈ രാജിക്കത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇനി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമോ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് വളരെ പ്രധാനമാണ്. എവിടെയായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക? ഉമേഷ്, അപ്പോൾ സ്വാഭാവികമായും ഒരു രാജിക്കത്ത് മെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ എന്ത് സാഹചര്യത്തിന്റെ പുറത്താണ് തന്റെ രാജിയെന്ന് ആ കത്തിൽ ഒരുപക്ഷെ വ്യക്തമാക്കേണ്ടത്. അതല്ലാതെ ഒരു വരിയിൽ ഞാൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചൊഴിയുന്നു എന്നാണോ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്? അതോ അതിനപ്പുറത്തേക്ക് എന്ത് പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പദവിയിൽ നിന്ന് രാജിവെക്കുന്നത് എന്ന് വിശദമാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വിശദീകരണം അതിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത ഉണ്ടാകും. നിലവിൽ സ്വമേധയാ അദ്ദേഹം രാജിവെക്കുന്നതെന്ന് മാത്രമാണ് മോഹൻലാലിനെ ഇമെയിലിലൂടെ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടത് സിദ്ദിഖ് തന്നെയാണ്. ഈ ആരോപണത്തിൻ്റെ വസ്തുത എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, തെറ്റുപറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഈ അന്വേഷണത്തെ എങ്ങനെ അദ്ദേഹം നേരിടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടത് സിദ്ദിഖ് തന്നെയാണ്. അതിനദ്ദേഹം സിദ്ദിഖ് ഈ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പൊതുവായ പല ആരോപണങ്ങളിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് കാണുന്നതെന്നെ സംബന്ധിച്ച് അമ്മയുടെ നിലപാട് പറയാനൊക്കെ അദ്ദേഹം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഏതാണ്ട് 1 മണിക്കൂറോളം മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ പക്ഷേ അതല്ല സാഹചര്യം. ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ലായിരിക്കാം. കാരണം അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലവിൽ ഇല്ല. മോഹൻലാൽ രാജി അംഗീകരിക്കുന്നതോടെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പോയി. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണത്തിന് മറുപടി പറയേണ്ട ബാധ്യത അദ്ദേഹത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് മാറുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിക്കുമോ, അതല്ല മോഹൻലാൽ ചുമതലപ്പെടുത്തുന്ന മറ്റാരെങ്കിലും അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുമോ
എങ്ങനെയാണ് താരസംഘടന ഈ ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണത്തെ നോക്കിക്കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ല, നേരത്തെ ഈ ഹേമ കമ്മിറ്റി അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, ഉമേഷ് പറഞ്ഞത് അമ്മ സംഘടന ഈ വിഷയത്തിൽ ഏത് രീതിയിൽ മറുപടി നൽകും എന്നത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമ്മുടെ മുൻപിൽ നമുക്കറിയാമല്ലോ, അമ്മ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവരുടെ മുൻപിൽ വന്നപ്പോൾ അതിനോട് സ്വീകരിച്ച സമീപനം. ഇപ്പോൾ നമുക്കറിയാം, നടിക്ക് നേരിടേണ്ടി വന്ന ആക്രമണം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിക്കപ്പെട്ട സമീപനം, അമ്മ അതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന വിമർശനം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ സിദ്ദിഖ് ഈ കഴിഞ്ഞ ദിവസം ഉമേഷ് അടക്കം ഉണ്ടായിരുന്നല്ലോ അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ. അന്ന് സിദ്ദിഖ് അടക്കം എങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചതെന്ന് കണ്ടതല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മയിൽ രണ്ടഭിപ്രായം കൂടുതൽ ശക്തമായി വരുന്നു എന്നതാണ്. അന്ന് ജഗദീഷ് അടക്കം തുറന്നു പറഞ്ഞു. ജഗദീഷൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി വർഷങ്ങളായി ഇരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് തുറന്നു പറയേണ്ടി വരുന്നു. അപ്പോൾ അമ്മയിലും രണ്ടഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ കമ്മിറ്റിയെ രൂപീകരിച്ച സർക്കാരിന്റെ നിലപാട് അമ്മയ്ക്കുള്ളിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലും അതൊരു പുതിയ മാറ്റത്തിന് വഴി തുറക്കുമോ എന്നാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു പൊളിച്ചെഴുത്ത് അമ്മയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ജനറൽ സെക്രട്ടറി അന്ന് മറുപടി പറയുമ്പോൾ പലർക്കും ഒരുപക്ഷെ അമ്മയ്ക്കകത്ത് പുതുതായി നേതൃത്വത്തിലെത്തിയവർക്ക് ഒരുപക്ഷെ സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ആരോപണം വരുമ്പോൾ ഈ അമ്മ ഭാരവാഹിത്വത്തിലിരിക്കുന്നവർക്ക് പോലും അതിൽ പലർക്കും വലിയ ഞെട്ടലുണ്ടാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പലരും അതിനോട് ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ എന്തെങ്കിലുമൊക്കെ അവർ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത്തരത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളാണ് ഈ നേതൃത്വത്തിലേക്ക് എത്തിയത് എന്നുള്ളത് അമ്മയിലെ തന്നെ മറ്റ് പല ഭാരവാഹികളും ആ സത്യം തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? ഈ മൊത്തം അമ്മയിൽ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകേണ്ടതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ അമ്മയിൽ പുതിയ നേതൃത്വം ചുമതലയേറ്റത്. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയതൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷേ അപ്പോഴൊന്നും പലർക്കും ഇതേക്കുറിച്ചൊരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. അമ്മ നേതൃത്വത്തിലുള്ളവർക്കോ മറ്റ് അംഗങ്ങളായവർക്കോ ഒന്നും തന്നെ അത്തരത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. അവിടെയാണ് ഉമേഷ്, അവിടെയാണ് ഞാൻ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി രൂപീകരിച്ച സർക്കാരിന്റെ നിലപാടടക്കം ചർച്ചയാവേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ആരോപണങ്ങൾ ഉയർന്നു വരാണ്. ഇപ്പോൾ സിദ്ദിഖിന്റെ രാജിയിലേക്ക് വരാനും കാണിച്ച സാഹചര്യം നോക്കൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അതിന്മേൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് ആ പെൺകുട്ടി മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ധൈര്യപൂർവ്വം വന്ന് വീണ്ടും അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത്. അതിനെ തുടർന്നാണ് രാജി ഉണ്ടാകുന്നത് സിദ്ദിഖിന്റെ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് രൂപീകരിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം, അത് വലിയ മാറ്റങ്ങൾ, വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലർക്കും ഒരു ധൈര്യമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ കണ്ടില്ലേ, എത്ര പേർ പരസ്യമായി വന്ന് പറയുന്നു. അപ്പോൾ അതൊരു മാറ്റം തന്നെയാണ്, ഒരു നിർണായക ഘട്ടമാണ് മലയാള സിനിമയിൽ. വലിയ മാറ്റമാണ് മനു. അതാണ് ഞാൻ നേരത്തെയുമൊക്കെ പലതവണയായി സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു സിനിമാ നയം തന്നെ രൂപീകരിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കോൺക്ലേവ് ഒക്കെ വരാൻ പോകുന്നു. ഒപ്പം മറ്റ് പല മാറ്റങ്ങളും ഈ സിനിമയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിനിമാ സംഘടനകൾക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒട്ടേറെ നടപടികൾ, പ്രത്യേകിച്ച് അവർക്ക് സ്വതന്ത്രമായി സിനിമ കൂടുതൽ സംവിധാനം ചെയ്യാനുള്ള സാങ്കേതിക സൗകര്യങ്ങളും ധനസഹായം അടക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ അവസ്ഥയുണ്ട്. അതൊരു വശത്തുകൂടെ നടക്കുന്നു. ഒപ്പം ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ അതിക്രമങ്ങൾ അവർക്കെതിരെ നടക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഉള്ളൊരവസരം കൂടി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ തുറന്നു കൊടുത്തിരുന്നു. അത് പലരും പ്രയോജനപ്പെടുത്തുകയും അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കമ്മിറ്റി അറിയിക്കുകയും കമ്മിറ്റി അതൊരു സമഗ്ര റിപ്പോർട്ടാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പലരും സ്വമേധയാ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ യുവനടിയും അവർക്കുണ്ടായ ബുദ്ധിമുട്ട് പറയുന്നത്. അത് വലിയൊരു ധൈര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം വളരെ പ്രബലനായി നിൽക്കുന്ന ഒരാളാണ് നടൻ സിദ്ദിഖ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഒപ്പം അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ആൾക്കെതിരെ ആ ആളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു തെറ്റ് സംഭവിച്ചു എന്ന ഒരാരോപണം, ഈ ഘട്ടത്തിൽ നമുക്ക് ആരോപണം എന്നേ പറയാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പരാതിയായി അവർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയാനൊരു ധൈര്യം ഉണ്ടായതൊരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകളും തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം.